പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്വീറ്റി രാജീവ്. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 2024 ഒരു വിശ്വാസവും ഇല്ലാതെ വന്ന ഒരാളാണ് ഞാൻ. എന്തിനും ഒരു റാഷണലേ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ കൃപാസനം എന്നുള്ള പേര് കേട്ടപ്പം എനിക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ മാതാവിൻ്റെ അന്നെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ ഈ കൊന്തയോ മാതാവുണ്ട് എങ്കിലും കൊന്തയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പം ചേച്ചി എന്നോട് കുറേ നിർബന്ധിക്കുന്നുണ്ട്, എടി അവിടെ പോകണം, ഒത്തിരി അത്ഭുതം നടക്കുന്നതാണ്. അപ്പോൾ ചേച്ചി എനിക്കൊരു പത്രം തന്നു. അതെനിക്ക് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ചേച്ചി തന്നെയല്ലേ എന്ന് വെച്ചൊരു ദിവസം വായിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുക്കണമെന്നൊരു ചിന്തയിലൊന്നും വന്നതല്ല. പക്ഷെ വന്ന് നിന്ന് ക്യൂവിൽ ഉടമ്പടിയുടെ ക്യൂ ആയിരുന്നു. വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് കയറാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ആരോ പറയണം, കുഴപ്പമില്ല എടുക്ക്, നിന്നെക്കൊണ്ട് പറ്റും, അങ്ങനെയൊക്കെ ഞാൻ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഒരു ടെസ്റ്റ് എന്ന പോലെ ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ വളരെയധികം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒത്തിരി പേര് കാണും, അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് വെറും ഒരു തമാശയുള്ള കാര്യമല്ല, ഇത് ഒത്തിരി ജെന്യൂനായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ എനിക്ക് കിട്ടി തുടങ്ങി. ഇതെൻ്റെ കുഞ്ഞ് എവിലിൻ എൽസാജു. ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് നിയർ 10 years ഇനി അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കരുത്. കാരണം എൻ്റെ യൂട്രസ് വളരെയധികം തിക്കനായിരുന്നു. അതുപോലെ PCOD സിവിയറാണ്. പീരീഡ്സ് ഒരു 9 to 10 months എനിക്കില്ലായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും തേച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടിയത്. ഈ കുഞ്ഞിനെ കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഹൈപ്പർ ടെൻഷനുള്ള ആളായിരുന്നു. അപ്പം സിവിയർ കോംപ്ലിക്കേഷൻസ് ആണ് അവർ പറഞ്ഞത്. ആരെങ്കിലും ഒരാളെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വന്നു അന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവുമായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ തന്നെ പൂർണ്ണ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ OET ഞാൻ അധികം ഒത്തിരി കഷ്ടപ്പെടാനൊന്നും പോയില്ല. എനിക്ക് റീഡിംഗ് ഒക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും റീഡിംഗ് ഒക്കെ ഭയങ്കര പാടാണ്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു 10 days ഞാൻ ആകെപ്പാടെ ഓൺലൈൻ പഠിച്ചത്. അത് റീഡിങ്ങിൻ്റെ ഫസ്റ്റ് 20 questions ഒരു 15 questions മാത്രമേ ഞാൻ A part അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ച് തോറ്റുന്നു. പക്ഷേ മാതാവ് എനിക്ക് റിക്വയർഡ് സ്കോർ ചെയ്യുന്ന എന്നെ അനുഗ്രഹിച്ചു. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എനിക്ക് അതിലൊരു മെറിറ്റും ഇല്ല. അത് പൂർണ്ണമായിട്ടും മാതാവ് തന്നെ എന്നെ അനുഗ്രഹിച്ചതാണ്. ഇപ്പോൾ എൻ്റെ ഓസ്ട്രേലിയ എന്നുള്ള എൻ്റെ ആഗ്രഹത്തിലോട്ട് ഞാൻ പോവുകയാണ്. May 21 ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്കിനി ഒരു ജോബ് വേണം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നീട് എനിക്ക് എൻ്റെ പപ്പയുടെ പേരിലൊരു കണ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടം ഞങ്ങൾ കുറേ നാൾക്ക് മുമ്പേ പപ്പയുടെ പേരിലോട്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചതാണ്. അതിൻ്റെ പുറകെ ഞങ്ങൾ കുറേ നടന്നതാണ്. പക്ഷെ ഒന്നും ആകാണ്ട് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് അത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ ദൈവം തുറന്നു തരികയും അതെൻ്റെ പപ്പയുടെ പേരിലേക്ക് ആക്കി കിട്ടുകയും ചെയ്തു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനേക കാര്യങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തിരുകുമാരൻ വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് തിരുകുമാരനും നന്ദി പറയുന്നു. ഇവിടെ പറയാത്ത കുറേ സാക്ഷ്യങ്ങളുണ്ട്. അവരെ ഇപ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ടാണത് പറയാത്തത്. പെട്ടെന്ന് തന്നെ അവർ വന്നു കഴിയുമ്പോൾ ഞങ്ങളിവിടെ വന്നത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ സൗദിയിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അവിടെ ഹോസ്പിറ്റലുകളിൽ ഞാൻ കൊടുക്കാറുണ്ട്. കഴിക്കാൻ പോകുന്നിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സാം പോയ സെൻറ്ററുകളിൽ അവിടെ വരുന്ന സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. പിന്നെ അവശ നിലയിലും ബുദ്ധിമുട്ട് പറയുന്നവർക്ക് ഞാൻ സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കാറുണ്ട്. ഫുഡായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ അങ്ങനെയുള്ളൊരു സമയമൊന്നും കിട്ടാറില്ല. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്.
പിന്നെ ആത്മീയ ജീവിതം പണ്ട് എനിക്ക് എല്ലാത്തിലും ഒരു ഡിപ്രഷനായിരുന്നു. ഒരു ഡിപ്രഷനോ പുച്ഛമോ എന്തേലോ ആട്ടെ അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനും, എന്നെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലോ, എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഉടമ്പടി എടുത്തതോടെ എന്തിനാ അത് കുറച്ചുകൂടെ വൈഡായിട്ട് എനിക്ക് ചിന്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. പിന്നെ പ്രാർത്ഥിക്കാനായാലും നല്ല മനസ്സായി. പിന്നെ കുർബാനയും കുമ്പസാരവും ഞങ്ങൾക്ക് അവിടെ വെരി റെയർലിയാണ് കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും നന്മകളും അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി അറിയിച്ചോളൂ. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. സ്വീറ്റി എന്ന ഈ മകളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. സ്വീറ്റി ഒരു പരീക്ഷണം എന്നോണമാണ് ഇവിടെ വന്ന് ഒന്ന് ചെക്ക് ചെയ്യാനും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചു പോകാം എന്നുള്ള ഒരർത്ഥത്തിൽ, മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതൊരു തട്ടിപ്പാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഓരോരുത്തരുടെയും കണ്ണുനീരും പ്രാർത്ഥനയും ആരും പരസ്പരം ശ്രദ്ധിക്കാതെ ഈശോയെയും പരിശുദ്ധമ്മയെയും നോക്കി മാത്രം സംസാരിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കണ്ടപ്പോഴാണ് ഇതിലെന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്നോർത്ത് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. ഈ മകളുടെ വലിയ വലിയ സങ്കടങ്ങളുടെ കെട്ടഴിഞ്ഞത് ഉടമ്പടി നിയോഗങ്ങളിലായിരുന്നു. 10 വർഷത്തേക്ക് ഒരു സെക്കൻഡ് ബേബി നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള ഡോക്ടേഴ്സിൻ്റെ വിധിയെഴുതൽ ഉടമ്പടിയെടുത്ത് ഒരു വർഷത്തിന് ശേഷം ഈ മകൾക്ക് കൺസീവ് ആകുവാനും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ എന്നുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിലാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഇവരുടെ ഡെലിവറി തന്നെ വിധി എഴുതിയിരുന്നത്. പക്ഷേ ഇന്ന് അമ്മയും കുഞ്ഞും വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അതുപോലെ ഉടമ്പടി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഈ മകളുടെ വലിയ ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ എന്തു ചെയ്യാനും ഉള്ള ഒരു വലിയ സങ്കടങ്ങളിൽ നിന്ന് എല്ലാം ഈ മകൾക്ക് വലിയ വിടുതലുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, യാതൊരു മെറിറ്റുമില്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മിൽ വർക്ക് ചെയ്യുന്നത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി നമുക്ക് ഉടൻ പരിഹാരം നൽകുന്നതിൻ്റെ കാരണം നാം എപ്പോഴും ഏറ്റുപറയുകയാണ്. എൻ്റെ പഴയ കാലത്തിൽ നിന്ന് എനിക്ക് വ്യത്യാസം വരുമ്പോൾ എൻ്റെ ദൈവമാണ് എനിക്ക് മുൻപേ പോകുന്നവനും എനിക്ക് ദൂതനെ അയക്കുന്നവനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എൻ്റെ വളരെയധികം കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതും എൻ്റെ വിശ്വസ്ത ജീവിതത്തിൻ്റെ എൻ്റെ ആത്മാർത്ഥതയുടെ അളവുകോലിൽ ആത്മാർത്ഥതയുടെ മാറ്റുരച്ച് നോക്കുമ്പോഴാണ് എൻ്റെ ഉടമ്പടി പെട്ടെന്ന് കത്തുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാം. മോശയോട് പറഞ്ഞതുപോലെ, നീ എൻ്റെ മുമ്പേ ഉണ്ടാകണം, വിശുദ്ധിയിൽ ജീവിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ എവിടെയോ തെറ്റിപ്പോയി എന്നൊക്കെ ഏറ്റുപറയാനുള്ള ഒരു സാധ്യതകളുള്ളൂ. പരിശുദ്ധാത്മാവ് നിറയുന്നത് മനസ്സിലാകുവാനും പരിശുദ്ധാത്മാവിൻ്റെ തുറവികളെ നമുക്ക് കൃത്യമായി സമയാസമയങ്ങളിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഓർത്തഡോക്സ് വിശ്വാസിയായ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയെ എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിച്ചു എന്നുള്ളതിലാണ് അവരുടെ വലിയ ഒരു ജീവിത സാക്ഷ്യം. അതുപോലെ തന്നെ ഈ മകൾക്ക് OET പാസ്സാകാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടിയിരുന്നു. അവിടെ നിന്നെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഇവർ കൃത്യമായി എപ്പോഴും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ധൈര്യം സംഭരിച്ചിരുന്നത്. നമുക്കറിയാം, നേർച്ച വസ്തുക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം തന്നെയാണ്. നാം നമ്മെ തന്നെ അടിയറ വയ്ക്കുന്നതാണ്. ഇനി എൻ്റെ കഴിവ് കൊണ്ടോ ഒന്നും എൻ്റെ മരുന്നുകൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ എൻ്റെ വാക്ചാതുരി കൊണ്ടോ ഒന്നും തന്നെ മുന്നോട്ട് ഇല്ല. ദൈവമാണ് എന്നെ വഴി നടത്തുന്നവൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് വീണ്ടും വീണ്ടും ഈശോയോട് പറയുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി പൂർത്തിയാകുന്നത്. അതുപോലെ തന്നെ വളരെ കാലമായിട്ടായിരുന്ന പപ്പയുടെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള പ്രോപ്പർട്ടി ഇപ്പോൾ ഇവർക്ക് പപ്പയ്ക്ക് വീതിച്ച് നൽകിയായി അറിയിക്കുന്നു. ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു.
കാരണം ഇതൊന്നും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിൻ്റെ എല്ലാം രേഖകൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അതെല്ലാം അന്വേഷിച്ചു പോകാനും അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ കൃത്യസമയത്ത് ഓഫീസുകളിൽ കണ്ടെത്തുക എന്നുള്ളതെല്ലാം വളരെ അസാധ്യമായ കാര്യങ്ങളാണ്. ഈ അസാധ്യമായ കാര്യങ്ങളെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒന്ന് മാത്രമാണ്, ഇതെവിടെ നിന്ന് കിട്ടി? പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൂടാതെ ഒന്നും തന്നെ നമുക്ക് സാധിക്കുകയില്ല. അമ്മ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്ക 1:37 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ എന്നും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയിൽ പരിപൂർണമായി വിശ്വസിക്കാം. പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം ഉപേക്ഷിക്കും. ഈശോ നമ്മെ സംരക്ഷിക്കും. ഈശോ മാത്രമാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് ഈശോ എന്ന മധുരനാമമാണ്. നമുക്കത് ഏറ്റുപറയാം. വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രയോഗവും വിശ്വാസ ജീവിതവും നമുക്ക് ജീവിക്കുകയും നിത്യതയിലേക്ക് നടന്നെടുക്കുകയും ചെയ്യാം. സ്വീറ്റിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അനന്തു, ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. അരൂരൊരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ മാസമാണ്. അന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി കൃപാസനത്തെ പറ്റി മുൻപ് തന്നെ കേൾക്കുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ കൃപാസനത്ത് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പണ്ട് മുതലേ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു. പള്ളികളിൽ പോകുമായിരുന്നു. കുർബാനകളിൽ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അറിയുന്ന എല്ലാ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് ഞാൻ പ്രാർത്ഥനാ രീതികളൊക്കെ പഠിക്കുമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ജപമാല ഉൾപ്പെടെ ചൊല്ലാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കൃപാസനത്തിന് വരുന്നതിന് മുൻപ് തന്നെ ചൊല്ലി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ജപമാലയൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്, എനിക്കൊരു അസുഖം വരുന്നതാണ്. 2024 സെപ്റ്റംബർ മാസമാണ് ആദ്യമായിട്ട് എനിക്കൊരു വീട്ടിൽ ഞാൻ സാധാരണ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് എനിക്കൊരു വയറുവേദന വരുന്നത്. ഭയങ്കരമായ വയറുവേദനയും ഗ്യാസും ഒക്കെയാണ് വരുന്നത്. എന്നുവെച്ചാൽ എന്ത് കഴിച്ചാലും വയറുവേദന. അപ്പോൾ സാധാരണ നമുക്ക് ഗ്യാസ് വരുന്നത് പോലെയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം എന്തോ ഒരു ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ അപ്പോഴും വേദന അതികഠിനമായിട്ടുള്ള വേദനയാണ്. അടിവയറ്റിലാണ് എനിക്ക് വേദന തുടങ്ങുന്നത്. എത്ര ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വേദന മാറുന്നില്ല. അവരാണെങ്കിലും പറഞ്ഞു കുറച്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് പോലെയുള്ള CT സ്കാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലേ എന്താണ് വയറിന് സംഭവിച്ചിരിക്കുന്നത് അറിയുന്നുള്ളൂ. ഒരാഴ്ചയായിട്ടും എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞത്. എന്തായാലും നീ കൃപാസനത്തിൽ പോകണം, എന്നാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പല ഡോക്ടർമാരെ കാണിച്ചു. എന്നിട്ട് ഞാൻ വരാനായിട്ട് തയ്യാറായില്ല. ഞാൻ വേറെ ഡോക്ടർമാരെ കാണിച്ചു. ഗ്യാസ്ട്രോനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഗ്യാസ്ട്രോനെ കാണിച്ചു. ഏകദേശം അവിടെ കൊണ്ടുപോയി കുറേ നാൾ ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇൻഫെക്ഷൻ്റെ മരുന്നുകൾ തരുന്നതല്ലാണ്ട് ഒരു മാറ്റവും ഇല്ല. ഈ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് മാറ്റമില്ല. മെഡിസിൻ കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് മാറും, വീണ്ടും ഇത് തന്നെ വയറുവേദനയാണ്. അപ്പം പിന്നീട് അവർ പറഞ്ഞത് സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാനിങ് എന്ന് പറയുമ്പോൾ CT സ്കാനാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഫോണിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ വലിയ രീതിയിൽ എന്തൊക്കെയോ അസുഖമുണ്ടെന്ന് എനിക്ക് ടെൻഷൻ അടിക്കാനൊക്കെ തോന്നി. അങ്ങനെയാണ് അതിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് പിന്നെ CT സ്കാൻ പോലുള്ള കാര്യങ്ങളിലോട്ട് പോയത്. അപ്പോൾ അവർ പറയണത് IBS എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നാണ് പറയുന്നത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖം. ഇതൊരു കണ്ടീഷനാണെന്ന് പറയുന്നുണ്ട്. ഇതൊരു രോഗമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്യൂറബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ അല്ല. അപ്പോൾ ഗ്യാസ്ട്രോ, അത്രയും ഫേമസ് ആയിട്ടുള്ള ഗ്യാസ്ട്രോ ആണ് പറയുന്നത് ഇത് ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ അല്ല. അപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. പിന്നെ കൃപാസനത്തിൽ വന്നു, ഒരു ഉടമ്പടി എടുത്തു. 7 ദിവസമായിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ 7 ദിവസവും ഈ ഉടമ്പടി തൈലം വയറിൽ ഇങ്ങനെ പുരട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കൃത്യമായിട്ട് കുരിശ് വരച്ച് ഞാൻ പുരട്ടും. എപ്പോഴും പുരട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രം കൊടുക്കാറുണ്ടായിരുന്നു. എനിക്ക് ആ കഴിയുന്ന പോലെ രോഗികളെ ഞാൻ കാണാൻ പോകാറുണ്ട്. ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും എല്ലായിടത്തും. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതലും അക്രിസ്ത്യാനികളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോയി ഞാനിത് കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കും എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള കാരണം. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ 10-75 കിലോ ഉള്ള ഞാൻ 68-67 കിലോ ആയപ്പോൾ അവർക്ക് എൻ്റെ ശരീരത്തിലൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ എന്തോ അസുഖമുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് പോയത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ പൂർണ്ണമായിട്ടും ഇത് മാറുന്നില്ല. ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇഡലി മാത്രമായിരുന്നു കഴിക്കാൻ പറഞ്ഞത്, തൈരും ഇഡലിയും മാത്രമാണ് കഴിക്കാൻ പറഞ്ഞത്. കുറേ ദിവസം അങ്ങനെ എന്നെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോയത്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പോയാലും നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം വെച്ചാൽ ഇതൊരു പ്രത്യേകമായ അസുഖമാണ്. നമുക്ക് എന്ത് കഴിച്ചാലും നമുക്ക് ഡയറിയ പോലെയാണ്, നമുക്കൊന്നും വയറ്റ് പിടിക്കാത്തൊരവസ്ഥയാണ്, നമുക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ട ഒരവസ്ഥ. അപ്പോൾ മാനസികമായിട്ട് അത് ഒരുപാട് തളർത്തി. ഞാൻ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു രക്ഷയില്ല, എനിക്ക് ബാത്റൂമിൽ പോകാണ്ട് വേറെ ഒരു നിവൃത്തിയില്ലാണ്ടായി. അപ്പോൾ ഞാൻ വല്ലാണ്ട് കരയുമായിരുന്നു. വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് കുട്ടികളുടെ മുമ്പിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി, ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കണം, എനിക്ക് ജോലി എടുക്കാൻ പറ്റണം. അതുമാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ദിവസം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് വിശ്വാസമായി തുടങ്ങി. കാര്യം വെച്ചാൽ മാതാവ് ഇതിൽ ഇടപെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് മാതാവ് ഇടപെടുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ മാതാവ് ഇടപെട്ടു. 7 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് അത് 1 വർഷമായി. 1 വർഷമായപ്പോൾ ഗണ്യമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു പൂർണ്ണമായിട്ടും മാറിയിട്ടേ ഞാൻ സാക്ഷി എഴുതി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് എനിക്ക് സാക്ഷ്യം എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നേരിടുന്ന ഏതൊരാൾക്കും ഇതൊരു അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് മാതാവിനോട്, കാര്യം എനിക്കിതിൽ വിശ്വാസിയായിരുന്നെങ്കിലും കൃപാസനത്തിൽ വരാനുള്ളൊരു മടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ദൈവാനുഭവം തന്നതിന് ഈ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുവാണ്. മാറിയിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാറുണ്ട്, കൃത്യമായിട്ട് ഞാൻ പുതുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം തന്നതിന് മാതാവിനോടും അതുപോലെ തിരുക്കുമാരനോടും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പിയൻസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം തിരുവചനം. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അനന്തു എന്ന ഈ കോളേജ് പ്രൊഫസർ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം, പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സൗഖ്യത്തെ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു IBS എന്ന അസ്വസ്ഥത മൂലം അദ്ദേഹം ഈശോയുടെ സൗഖ്യം അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ ഈ മകനുണ്ടായ ഒരു വലിയ അനുഭവമാണ്, ദൈവാനുഭവം എന്നാണ് ഈ മകൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ രോഗത്തിൽ നിന്നുള്ള ഒരു വിടുതൽ എന്നതിനേക്കാൾ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി, അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് എന്നെപ്പോലെ സങ്കടപ്പെടുന്നവർക്ക് ഈശോ ഇടപെടും, എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഫിലിപ്പിയരോട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്നവനാണ്. ഇതൊരു നിത്യതയിലേക്കുള്ള വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കൃപയാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈശോ തന്നെ പറയുന്നത് പോലെ ഓരോ സൂര്യനും ചന്ദ്രനുമെല്ലാം പല ശരീരഘടനയാണുള്ളത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരം നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ അനുഭവം ഒന്ന് വേറെ തന്നെയാണ് എന്നാണ് നമുക്ക് കത്തോലിക്ക വിശ്വാസത്തിൽ നാം പഠിച്ചെടുക്കുന്നത്. നമുക്ക് ആ നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മുന്നാസ്വാദനമായി നമ്മുടെ ഓരോ ദൈവാനുഭവത്തെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നിത്യതയിൽ നാം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ അനുഭൂതിക്ക് മുൻപായി അനന്തുവിന് ഒരു വലിയ ദൈവാനുഭവം ഉണ്ടായിരിക്കുകയാണ്. ഈ മകൻ പറയുന്നു, ഗ്രാജുവലായി ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ രോഗത്തിൽ നിന്നും സൗഖ്യം ലഭിച്ചിരിക്കുന്നത്. ഡോക്ടേഴ്സ് വിധി എഴുതിയിരിക്കുന്നത് ഇത് ട്രീറ്റ് ചെയ്യാം, നിനക്ക് കൃത്യമായി മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നിനക്ക് സൗഖ്യമുണ്ടാകും, പക്ഷേ പൂർണ്ണ സൗഖ്യം നിനക്ക് ഉണ്ടാകുകയില്ല എന്ന്. ഈശോ തൊട്ടപ്പോഴാണ് ഈ മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ മകനെ കൈപിടിച്ച് നടത്തി ഈശോയുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ അനുഭവത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസ്തരായി നിൽക്കാം. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നാം അതിന് നന്ദി പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതല്ല ഉടമ്പടി. അത് ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ളതാണെന്നുള്ള ഒരു ഉറപ്പും വാഗ്ദാനവും നമുക്ക് ഏറ്റുപറയുകയും വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്യാം. അനന്തുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.